ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന റെസിപ്പി എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന റെസിപ്പിയാണ് നമ്മുടെ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി ചെമ്മീൻ മുളക് കറി. കുറേ പേർക്കൊക്കെ ഈ ഒരു കറി കഴിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ ചെമ്മിപ്പുളി ചെമ്മീനും തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്ന രീതിയിലാണ് നമ്മൾ ചെമ്മിപ്പുളി ചെമ്മീൻ മുളക് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഇരുമ്പൻ പുളി ചെമ്മീൻ മുളക് കറി. അപ്പോൾ ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ വേറെ നമുക്ക് ഒരു കറികളും വേണ്ട. ചെമ്മിപ്പുളി ഉണ്ടെങ്കിൽ മാത്രം വേറെ കറികളൊന്നും വേണ്ട. എൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, ഒരു മുട്ട പൊരിച്ചതും കൂടി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ ചെമ്മീൻ, ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1/4 കിലോ ചെമ്മീൻ എന്നുള്ളത്. അതിലേക്കായിട്ട് ഒരു ബൗള് ചെമ്മിപ്പുളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചെമ്മിപ്പുളി എടുക്കാം കേട്ടോ. ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ വേണ്ട, എന്താണെന്ന് വെച്ചാൽ നമ്മൾ മല്ലിയും മുളകും ഒക്കെ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തേങ്ങ വേണ്ട. പിന്നെ നമുക്ക് വറവിനായിട്ട് 2-3 വറ്റൽമുളക്, 4-5 ഉള്ളി, പിന്നെ കറിയിലേക്ക് ചേർക്കാനായിട്ട് 2 പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇരുമ്പൻ പുളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലോ വട്ടത്തിലോ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് ചെറിയ പീസുകളായിട്ടല്ല, 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഓരോ ഇരുമ്പൻ പുളിയും 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പുളിയും ചെമ്മീനും ചേർത്ത് വേവിക്കാൻ വെക്കുന്നതെന്ന് പറയാം. പിന്നെ അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പുളി ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിൽ നമ്മുടെ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി കട്ട് ചെയ്തെടുത്തു. പിന്നെ വറവിടാനുള്ള ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇരുമ്പൻ പുളി, അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. എരിവ് കൂടിയ പച്ചമുളകാണെങ്കിൽ 1 മതി. പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പുളിക്കും നമ്മുടെ കറിക്കും എല്ലാം ആവശ്യമായ ഉപ്പ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ മുളകരച്ച കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കറിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തോളൂ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കറിക്ക് കളറിന് വേണ്ടി ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തോളൂ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തോളൂ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുളിയും ചെമ്മീനും കുക്കാവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. പുളി ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ചേർക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീനും കൂടി വേവാൻ ആവശ്യമായ വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇത് ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല, കുറച്ച് കുറുകിയിരിക്കുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ അധികം വേവില്ല, പുളിക്കും അധികം വേവില്ല. അതുകൊണ്ട് തന്നെ പുളി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കുന്നതിനായിട്ട് നമുക്ക് വേറെ പാൻ വെച്ച് നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ വേണം കേട്ടോ ഈ ഒരു കറിക്ക്. ഒരു 2.5 ടീസ്പൂണാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഇതുപോലെ ചൂടാക്കിയിട്ട് അരപ്പിൻ്റെ കൂടെ ചേർക്കാം. പക്ഷെ അപ്പോൾ കഷ്ണങ്ങളിലേക്ക് എരിവ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ണങ്ങളുടെ കൂടെ തന്നെ മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ മല്ലിപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ട് അരപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്കതാണ് ഏറ്റവും കൂടുതൽ കറി മോശമായി പോവാതിരിക്കാൻ നല്ലത്. ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു ദിവസം വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാതെ കറി മോശമാവാതെ ഒരു ദിവസം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ മല്ലിപ്പൊടി ചൂടാക്കിയിട്ട് തന്നെ കറി ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ മല്ലിപ്പൊടി നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ, വലിയ ബർണറിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കുക. മല്ലിപ്പൊടി ചൂടായ നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കാം. 1 മിനിറ്റ് ചൂടാക്കിയാൽ മതി, ഒരുപാട് ചൂടാക്കണ്ട. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക.
ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ വേഗം അരഞ്ഞു കിട്ടാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി ഇതാ ഇത് കണ്ടോ, ഒരു 1/4 ഭാഗം കുക്കായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്തിട്ട് ഒരുപാട് വേവ് ഇല്ല കേട്ടോ. ഒരു ചെമ്മീനും കൂടി ചേർത്തിട്ട് ഒരു 4 മിനിറ്റ് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു റബ്ബർ എഫക്റ്റാണ്. അതുകൊണ്ട് ചെമ്മീൻ ഓവർ കുക്കായി പോവാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ചെമ്മീൻ കുക്കായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അരപ്പിൻ്റെ ഉപ്പും കറിയുടെ ഉപ്പും കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ചെമ്മീനും കൂടി കുക്കായി വരട്ടെ. ഇതിലേക്ക് ഇനി ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീനും പുളിയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് തിളച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് അരച്ച് വയ്ക്കുന്ന കറികളൊക്കെ ഒന്ന് തിളച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ചെറിയൊരളവിൽ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ബബിൾസ് വരുന്നത് വരെ നമ്മളൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അത്രയേ ഉള്ളൂ. ഒന്ന് ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ പിന്നെ കറി തിളച്ചോളും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൺചട്ടിയാണല്ലോ, അതുകൊണ്ട് കറി തിളച്ച് വന്നോളും. അപ്പോൾ ഇതാ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് വറവിടാനുള്ള പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ചട്ടിയുടെ ചൂടിൽ കറി ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മൾ വറവിടാനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ കറിയല്ലേ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാന്ന് പറയുന്നത്. ഇനി ഉലുവയും കൂടി പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളർ മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനിയും 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഈ വറവിലേക്ക്. അതും കൂടി ചേർത്താലാണ് നമ്മുടെ കറി പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഞാൻ കറിയുടെ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തു. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും ചേർക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണിത്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കി അല്ലാതെ മിക്സ് ചെയ്യണ്ട. ഇനിയിപ്പോൾ നമുക്ക് കറി അടച്ചു വെച്ചതിന് ശേഷം ചൂടൊന്ന് നന്നായി മാറിക്കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ചോറിൻ്റെ കൂടെയാണ് ഈ കറി ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെമ്മീനും ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളിയും ചേർത്ത് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചെമ്മീൻ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോലെ കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.